റേഡിയോ സിയുവിൽ കേൾക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി നൽകുന്ന സന്ദേശം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞ ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. സ്കൂളുകളിൽ നിന്ന് നല്ല നിലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സർവകലാശാല ക്യാമ്പസിലും മറ്റു കലാലയങ്ങളിലും ഉന്നത പഠനത്തിനായി എത്തിയിരിക്കുകയാണ് നിങ്ങൾ. നിറമുള്ള സ്വപ്നങ്ങളുമായി അറിവിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ വെമ്പുന്ന മനസ്സുമായി ജീവിത വിജയത്തിലേക്കുള്ള ഒരു പുത്തൻ കാൽവെപ്പാണിത്. അറിവിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പുതിയ വഴികൾ വെട്ടിത്തുറക്കുക എന്നതാണ് നിങ്ങളുടെ മുന്നിലുള്ള മഹത്തായ ദൗത്യം. രാഷ്ട്രത്തിൻ്റെ പുരോഗതി നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും ആയിരിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. രാജ്യസ്നേഹമുള്ള, മനുഷ്യസ്നേഹമുള്ള, കർമ്മധീരരായ ഒരു തലമുറയെയാണ് നമ്മുടെ നാട് ഉറ്റുനോക്കുന്നത്. രാഷ്ട്ര പുരോഗതിക്കായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട്. വിജയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദേശം നിങ്ങളിലെത്തിക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകൾ ജനാധിപത്യത്തിൻ്റെയും സഹജീവനത്തിൻ്റെയും ആശയ സംവാദത്തിൻ്റെയും സർവോപരി നിറഞ്ഞ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഇടമാകണം. വെറുപ്പും അസഹിഷ്ണുതയും ക്യാമ്പസുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. നമ്മുടെ ക്യാമ്പസുകൾ സുരക്ഷിതവും വിദ്യാർത്ഥി സൗഹൃദവുമാകണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതിനായി സമർപ്പിക്കണം. ഉയർന്ന വിദ്യാഭ്യാസം പോലെ പ്രധാനമാണ് ഉയർന്ന മനോനിലയും. പുത്തൻ സ്വപ്നങ്ങളുമായി ക്യാമ്പസുകളിലെത്തുന്ന നിങ്ങളെ വഴിതെറ്റിക്കാൻ പല ചതിക്കുഴികളും ഉണ്ടാകും. ആ തിരിച്ചറിവോടെ വേണം നിങ്ങൾ ക്യാമ്പസുകളിൽ എത്തുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ പല ക്യാമ്പസുകളും ലഹരി വിപത്തിലേക്ക് കടക്കുന്നതായ സൂചനകൾ ഉണ്ട്. നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും അതുവഴി നിങ്ങളുടെ മനോനിലയെയും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം മാരകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒട്ടേറെ ലഹരി മരുന്നുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. മദ്യവും മയക്കുമരുന്നുമെല്ലാം ജീവിതത്തെ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി അടർത്തി മാറ്റാൻ കഴിയുന്നവയാണ്. ഇതെല്ലാം എല്ലാ അർത്ഥത്തിലും വർജിക്കാൻ നിങ്ങൾ പ്രാപ്തരാകണം. സേ നോ ടു ഡ്രഗ്സ്. ഉറക്കെ പറയുക, പ്രാവർത്തികമാക്കുക. ക്യാമ്പസുകളെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് റാഗിംഗ്. ഇതൊരു മനോവൈകല്യമാണ്. തന്നേക്കാൾ പ്രായം കുറഞ്ഞ, പഠിക്കാൻ ക്യാമ്പസിൽ വരുന്ന അനിയനെയും അനിയത്തിയെയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സ്നേഹവും സൗഹൃദവും നൽകുകയും ചെയ്യുന്നതിന് പകരം അവരെ തകർക്കുന്ന റാഗിംഗ് എന്ന ഭീകരത ഒരിക്കലും അനുവദിക്കാനാകില്ല. ഇരകളുടെ ജീവിതം പോലെ തന്നെ റാഗിംഗ് നടത്തുന്നവരുടെ ജീവിതവും ഇരുളടഞ്ഞതാകും. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണവും തുടർ സംഭവങ്ങളും നമ്മുടെ കണ്ണു തുറപ്പിക്കണം. റാഗിങ്ങിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ബോധവാന്മാരാകണം. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം. നമ്മുടെ സർക്കാരും സർവകലാശാലയും എല്ലാം നമ്മോടൊപ്പമുണ്ട്. സേ നോ ടു റാഗിംഗ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണത്. ക്യാമ്പസുകളിൽ നിങ്ങളുടെ പുത്തൻ സ്വപ്നങ്ങൾക്ക് നാമ്പ് വിടരട്ടെ. സർവകലാശാല എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. NSS പ്രാർത്ഥനാഗീതത്തിലെ വരികൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സും നന്നാകട്ടെ, മതമേതെങ്കിലും ആകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലാകെ മാൺപുകൾ വിടരട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സദസ്തമരുളുകയല്ലോ. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജയ് ഹിന്ദ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി നൽകുന്ന സന്ദേശം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സിയു. ഇനി കേട്ടുകേട്ടറിയാം.